ഹലോ, ബ്രെഡ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്ക് ഉണ്ട് നോക്കാം. ചിക്കനൊക്കെ വാങ്ങുന്ന സമയത്ത് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്നാക്കാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പി ഉണ്ട് നോക്കാം. അതിനുവേണ്ടി പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ചിക്കൻ കുരുമുളകും ഉപ്പും ഇട്ട് വേവിച്ചത് ഇതുപോലെ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് ചൂടായ ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ വറ്റൽമുളക് പൊടിച്ചതും കൂടെ. അപ്പോൾ ഈ ഒരു കുരുമുളകിൻ്റെയും വറ്റൽമുളക് പൊടിച്ചതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണോളം സവോള ഇതുപോലെ ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയുടെ നീരും കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് അളവിൽ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കരുത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് മിക്സ് ചെയ്ത് ഈ ഒരു വെജിറ്റബിൾസൊക്കെ നന്നായി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബ്രെഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡ് പാർട്ടൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുത്ത ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഓരോ ബ്രെഡായിട്ട് ഇതുപോലെ കുറച്ച് വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളയാം. അപ്പോൾ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളത്തിലിട്ട് എടുക്കുമ്പോൾ തന്നെ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു കവറിലാണ് ഇത് വെച്ചത്. ഞാനിവിടെ ബ്രെഡിൻ്റെ പാക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള ഏതെങ്കിലും ഒരു പാക്ക് എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഫില്ലിങ്ങിൽ നിന്നും ഒരു 2 ടീസ്പൂൺ ഈ ബ്രെഡിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഇനി കുറച്ച് മൊസറല്ല ചീസും കൂടെ ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്. ഇനി ചീസ് ഇല്ലെങ്കിലും ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഇനി വേറൊരു ബ്രെഡും കൂടെ ഇതുപോലെ തന്നെ വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ബ്രെഡ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പൊടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ഒരു കവറിൽ വെച്ചിട്ട് ഞാനിതൊന്ന് റോൾ ചെയ്തിട്ട് 2 ഭാഗവും ഒന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്ക് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫില്ലിംഗ് ഒന്നും പുറത്ത് വരാത്ത രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ കയ്യിൽ വെച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ബ്രെഡ് പെട്ടെന്ന് പൊടിഞ്ഞു പോകും, വെള്ളത്തിൽ മുക്കിയെടുത്തത് കാരണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് പിന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ബ്രെഡ് ക്രംസിൽ നല്ലപോലെ കോട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മളിത് മുട്ട മിക്സിൽ മുക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുത്ത ശേഷം മുട്ട മിക്സിൽ ഒന്ന് മുക്കിയെടുക്കുന്നു. എന്നിട്ട് വീണ്ടും ഒരു തവണ കൂടെ ബ്രെഡ് ക്രംസ് വെച്ചിട്ട്, അപ്പോൾ ഇത് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് ഡബിൾ കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ആകൃതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ 2 തവണ ബ്രെഡ് ക്രംസ് വെച്ച് കോട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇത് പൊട്ടിപ്പോവാനോ ഫില്ലിങ് പുറത്ത് വരാനോ ഒന്നും സാധ്യതയില്ല. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം. ഞാൻ കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. 10 ബ്രെഡ് വെച്ചിട്ട് 5 സ്നാക്ക് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ കട്ട്ലേറ്റൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനുള്ളിൽ ചീസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ചീസൊക്കെ മെൽറ്റായിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. ഇനി ചീസ് ഇല്ലെങ്കിലും നമ്മുടെ ഫില്ലിങ് നല്ല ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് അങ്ങനെയും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിലേക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ സ്നാക്സ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്